മേ ഐ കം ഇൻ പ്ലീസ്? ഓ, മൈൻഡ് ചെയ്യണ്ട. ഇരിക്കും. സാറേ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. പിന്നല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പച്ചക്കറി മേടിക്കാൻ വരുമോ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ കൊച്ചേ. സർ, നമ്മുടെ ഒരു കൂട്ടുകാരി ഡിസപ്പിയറായി. എന്താ? ഡിസപ്പിയറോ? ഓ, ഡിസപ്പിയർ എന്ന് വെച്ചാൽ കാണാതായിപ്പോയി എന്നാ ഉദ്ദേശിച്ചേ. ഓ, കാണാതായിപ്പോയി. അങ്ങനെ പറ പിള്ളേരെ. ശരി, ഡീറ്റെയിൽസ് പറ. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയതാ സാറേ. അവിടെ ഒരു ZMCA ടാലൻറ്റ് സ്റ്റേയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. ഇത് കേട്ടിട്ട് ഒരു വലിയ കേസാണല്ലോ. പൊല്ലാപ്പായി. ഈ വക ഫുഡ് കേസസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര പാടാന്നേ. എനിക്കിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കേ കമ്മീഷണറൊന്ന് വിളിക്കാം. ഹലോ 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 കമ്മീഷണറൊന്ന് ലൈനിൽ കിട്ടോ? ശരി. ഹലോ കമ്മീഷണർ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ അല്ല, സോറി സാർ, വിശേഷം ചോദിക്കാൻ വിളിച്ചതല്ല. സാർ, ഇവിടെ ഒരു മാൻ മിസ്സിങ് കേസ് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. സാറിന് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? ഓ, താങ്ക് യു സാർ. മതി. ഒന്ന് പെട്ടെന്നൊന്ന് വരണേ. ശരി സാർ. ഓക്കെ സാർ. ശരി സാർ. സാറിപ്പോൾ വരും കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. കമ്മീഷണർ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരിനെ കണ്ടുപിടിച്ചിരിക്കും. ഹലോ സർ, ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ മറക്കുമോ ഈ മുഖം? പുല്ലേ, കൂടെ നടന്ന കൂട്ടുകാരിയെ എങ്ങനെ കാണാതെയായി? പറയടി പിള്ളേരെ. സാറേ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നതാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അതെ സാറേ, ശരിയാ. ഇവർ ജസ്റ്റ് കംപ്ലൈൻറ്റ് തരാൻ വന്നതാ. മിസ്സിങ്ങിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. എവിഡൻസ് വേണം. വിത്തൗട്ട് എവിഡൻസ് കേസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ ഗേൾസ്? വേറെ എന്ത് എവിഡൻസ് തരാനാ സാറേ? മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച കേസുകൾ മാത്രമേ ഞാൻ എടുക്കൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. സാർ, ഇതൊരു വലിയ കേസാണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്താലാ? നമുക്കേ നമ്മുടെ CBI ഒന്ന് വിളിച്ചാലാ? എന്നാ വിളിക്ക്. കേസ് എവിഡൻസ് കൊണ്ട് തന്നാൽ സോൾവ് ചെയ്യാം. കുറേ ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പണ്ടെങ്ങാണ്ട് ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് കരുതി എന്നും ചക്ക വീണ മുയൽ ചാവുമോ സ്വാമി? ചാവാൻ വിധിച്ചിട്ടുള്ള മുയലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചാവും കമ്മീഷൻ സാർ. എന്നാ സേതു സാറേ, ഞാനൊരു ഡമ്മി ഇട്ട് നോക്കിയാലോ? യെസ്, ഓഫ് കോഴ്സ്. കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ സാറേ, ഇവരെ കൊണ്ടൊന്നും നടക്കുന്നെന്ന് തോന്നുന്നില്ല. എനിക്കും ഇതിൽ കോൺഫിഡൻസ് പ്രത്യേകിച്ച് അങ്ങോട്ട് വരണില്ല. ഇത് കമ്മീഷണറും CBIയും എല്ലാവരും സോൾവ് ചെയ്യാൻ നോക്കിയിട്ട്
നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രശസ്തനായ ഡോക്ടർ സണ്ണീനെ വിളിക്കാം. പുള്ളിക്കാരനെ കൊണ്ട് എന്തായാലും ഇത് നടക്കും. കമ്മീഷണറും CBIയും തോറ്റെടുത്ത് ഞാൻ സൈക്കോളജി വെച്ച് കണ്ടുപിടിച്ചു തരാം. ഗംഗേ, ആരടാ നിന്റെ ഗംഗ? ഞാൻ ZMCയുടെ ചെയർ ലേഡിയാണ്. അതെ, ഇവളുടെ പേരെന്തുവാ? തക്കുടു. ഇംഗ്ലീഷിൽ ഇത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും, മലയാളത്തിൽ ഇത് വട്ടെന്ന് പറയും. ഡിലൂഷൻ, ഇലൂഷൻ, ഡിലൂലിയ, സ്കിസോഫ്രനിയ. തക്കടു, കം ബാക്ക്. ഇന്നാ പിടിച്ചോ നിങ്ങളുടെ കൂട്ടുകാരിയെ. അയ്യോ, നിങ്ങൾ എവിടെയായിരുന്നു? ഫുഡ് ഇതുവരെ എത്തിയില്ലേ? ബെസ്റ്റ്. പിന്നെ അടുത്ത ഒരു 3 മാസത്തേക്ക് ഇവള് ഞാൻ ചെയർ ലേഡിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ കേസ് ക്ലോസ്ഡ്. അമ്പട കേമ സനിക്കുട്ട, വെൽ ഡൺ. ഷിറ്റ്.